ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ വീണുടഞ്ഞ ഒരു പ്രദേശത്തു കൂടിയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇത് ആസാമിലെ ധുബ്രി ജില്ലയിലെ ബിലാസിപ്പാറ ഡിവിഷനിലെ ചില ഗ്രാമങ്ങളാണ്. ഈ കാണുന്നതൊക്കെ വീടിന്റെ അവശിഷ്ടങ്ങളാണ്. ഇതൊരു പ്രകൃതി ദുരന്തം വന്ന് തകർന്നതല്ല, മറിച്ച് JCB ഉപയോഗിച്ച് തകർത്തതാണ്. ഇങ്ങനെ 2000-ഓളം വീടുകളാണ് തകർക്കപ്പെട്ടത്. എവിടേക്ക് പോകുമെന്നറിയാതെ തങ്ങളുടെ തകർക്കപ്പെട്ട വീടിന് മുമ്പിൽ തന്നെ കുടിൽ കെട്ടി താമസിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. അദാനി ഗ്രൂപ്പും ആസാം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും സംയുക്തമായി തുടങ്ങുന്ന ഒരു തെർമൽ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കപ്പെട്ടത്. ഏകദേശം 40,000 കോടി രൂപയുടെ വലിയൊരു പ്രൊജക്റ്റാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ജനങ്ങള് അവരുടെ സ്വന്തം വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത്, അവർ പെരുവഴിയിലായത്. പ്രോജക്റ്റുകൾക്ക് വേണ്ടി ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ അതൊക്കെ കൃത്യമായ പുനരധിവാസ പദ്ധതികളുമായും പ്ലാനുകളുമായിട്ടാണ് നടപ്പിലാക്കാറുള്ളത്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് കൃത്യമായ നോട്ടീസോ കാര്യങ്ങളോ കൊടുക്കാതെ പെട്ടെന്ന് വന്ന് വീടുകൾ പൊളിച്ചു നീക്കി. എവിടെ പോകുമെന്നറിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ജനങ്ങൾ. ഈ നോട്ടീസ് കണ്ടില്ലേ, ഇതാണ് ഇവർക്ക് കിട്ടിയൊരു നോട്ടീസ്. കവലകളിലെല്ലാം ഈ നോട്ടീസ് പതിച്ചു. എന്നിട്ട് അവരോട് പോകാൻ പറഞ്ഞു. കുടിയൊഴിക്കപ്പെട്ട 2000-ഓളം കുടുംബങ്ങളിൽ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന രേഖകൾ സമർപ്പിക്കാനായത് വെറും 100 ചില്ലാനം കുടുംബങ്ങൾക്ക് മാത്രമാണ്. അവരെ പുനരധിവസിപ്പിക്കുന്നതാവട്ടെ ബ്രഹ്മപുത്രയുടെ കൃഷിക്ക് യോഗ്യമല്ലാത്ത തീരത്തും. ഏത് സമയവും കരകവിഞ്ഞൊഴുകുന്ന ബ്രഹ്മപുത്ര എങ്ങനെ അവിടേക്ക് അവർ മാറി താമസിക്കും? റിലീഫുമായി ചില സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തുന്നുണ്ട്. അതൊക്കെ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. എത്ര കാലം ഇങ്ങനെ സന്നദ്ധ പ്രവർത്തകർ തന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കും? നിങ്ങൾ ഈ കാഴ്ച കണ്ടോ? ഒരു പാക്ക് ബിസ്ക്കറ്റിന് വേണ്ടിയുള്ള തിക്കും തിരക്കുമാണ്. കുട്ടികളും സ്ത്രീകളും ഒക്കെ. വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. കുടിയിറക്കപ്പെട്ടവരുടെ വേദന അത് അവർക്ക് മാത്രമേ അറിയൂ. കുട്ടികൾ അവർക്ക് കിട്ടിയ ബിസ്ക്കറ്റ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അവർക്ക് അവരകപ്പെട്ട അവസ്ഥയുടെ തീവ്രത അറിയില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ, മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളാണ് കൂടെയുള്ള നാസകണ്ഠത്താണി പകർത്തിയത്. ഞങ്ങൾ യാത്ര തുടർന്നു. കാഴ്ചകൾക്ക് മാത്രം മാറ്റമില്ല. എല്ലായിടത്തും തകർക്കപ്പെട്ട വീടുകളുടെ അവശിഷ്ടങ്ങൾ മാത്രം. ഒരുപാട് ഹതഭാഗ്യരായ മനുഷ്യർ. ഇതാ റോഡരികിൽ ഇതാ പള്ളിയുടെ അവശിഷ്ടങ്ങൾ കാണുന്നു. ഞങ്ങൾ അവിടേക്ക് ഇറങ്ങിച്ചെന്നു. കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ പള്ളിയുടെ അനുബന്ധമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലോട്ടുള്ള യാത്രയിലാണ്. അവിടെയും കാഴ്ചകൾക്ക് മാറ്റമൊന്നുമില്ല. നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ജനങ്ങൾ. ഇത് ഹാരിസ് അലിയുടെ വീട് നിന്നിരുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിന് ഏകദേശം 50 വയസ്സായി. അദ്ദേഹത്തിന്റെ പിതാവ് ഉസ്മാൻ അലിയും ഇവിടെ തന്നെയാണ് ജീവിച്ചത്. ഏകദേശം 10-75 വർഷമായി ഇവിടെ ജീവിക്കുന്ന കുടുംബം. അവരിനി എങ്ങോട്ട് പോകാനാണ്? എല്ലാം നഷ്ടപ്പെട്ട ഒരു പറ്റം മനുഷ്യർ. ഉള്ള സൗകര്യത്തിൽ വെച്ച് ഭക്ഷണം കുട്ടികൾക്ക് വേണ്ടി പാചകം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരുടെയും മുഖത്ത് ഒരു നിസ്സഹായ അവസ്ഥ. എവിടേക്ക് പോകും? എന്ത് ചെയ്യും? ഭാവി എന്ത്? ഒന്നിനും ഉത്തരങ്ങളില്ല. നിങ്ങൾ കാണുന്ന ഈ മുഖത്ത് നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ പറ്റും. ഒരു വലിയ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. അതിനിടെ ഇതാ ഒരു താൽക്കാലികമായിട്ടാണെങ്കിലും മഴ കൊള്ളാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ഷെഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഈ യുവാവ്. ഇത് മോമിനുൽ ഇസ്ലാം, ഈ ഗ്രാമവാസിയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. പഠിച്ച് ഒരു അഡ്വക്കറ്റ് ആകണമെന്നാണ് ആഗ്രഹം. താമസിക്കാൻ കൂരയില്ലാതെ പഠിക്കുന്നതിനെ കുറിച്ച് എങ്ങനെ ആലോചിക്കാനാണ്? ഓരോ കാഴ്ചയും സങ്കടപ്പെടുത്തുന്നതാണ്. എന്നാൽ ചില കാഴ്ചകളാവട്ടെ മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ സങ്കട കാഴ്ചകൾ.